നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ചെറായി ബീച്ചിൻ്റെ തൊട്ടടുത്തുള്ള രക്തേശ്വരി ബീച്ചിലാണ്. ഇവിടെ അധികം ആൾക്കാരൊന്നുമില്ല. ഞാനിവിടെ മെയിനായിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ കൂട്ടുകാരൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ്, അതായത് പവർ റെഡ്, ഇവൻ്റെ പേജിൻ്റെ 5K സെലിബ്രേഷൻ അല്ലേ, അവന് നാണം പറയാനായിട്ട്. 5K സെലിബ്രേഷൻ്റെ ചെറിയ ഫോട്ടോസ് എടുക്കാനായിട്ടാണ്. അപ്പോൾ ഞാൻ ചെറിയൊരു GoPro സെക്കൻഡ് ഹാൻഡ് വാങ്ങിച്ചിട്ടുണ്ട്, GoPro 8. ഇതിൽ ഷൂട്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ വന്നത്. കൈയൊക്കെ കാണുമ്പോൾ എനിക്കറിയില്ല. ഇതിൽ ആദ്യമായിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും, എനിക്ക് സൗണ്ടോ ഒന്നിനെ പറ്റി ഒരു ധാരണയില്ല. അപ്പോൾ ഞങ്ങൾ വന്ന കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് ഏതായാലും ഷൂട്ടിലേക്ക് തുടങ്ങാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുമെന്ന് എനിക്കറിയില്ല, കമൻറ്റ് ചെയ്യുക. എല്ലാ അഭിപ്രായങ്ങളും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഏതായാലും ഞാൻ വന്ന ആ ചെറിയ വിഷ്വൽ ഒന്ന് കണ്ടിട്ട് പോവാം. അപ്പോഴേ നമുക്ക് ചെറിയ ഫോട്ടോഷൂട്ട് GoProയിലുള്ള ഫോട്ടോഷൂട്ട് തുടങ്ങാം. ഈ ഫോട്ടോസ് കാണണമെന്നുണ്ടെങ്കിൽ ഇവൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഫോളോ ചെയ്താൽ മതി. ആ ഇൻസ്റ്റാഗ്രാം ID ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെറായി ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറായി ബീച്ചല്ല, ചെറായി ബീച്ചിൻ്റെ തൊട്ടടുത്തുള്ള ഒരു രക്തേശ്വരി ബീച്ച് എന്ന് പറയുന്ന വേറൊരു ബീച്ചുണ്ട്. അവിടെ ഇത്തിരി പ്രൈവസി ഒക്കെ കൂടുതലായിരിക്കും. ഞാനിപ്പോൾ പോകുന്നത് നമ്മുടെ കൂട്ടുകാരൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ 5K എത്തി. അപ്പോൾ അതിൻ്റെ സെലിബ്രേഷന് വേണ്ടിയിട്ട് അതിനൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഞാനൊരു ചെറിയ GoPro വാങ്ങിച്ചു. അപ്പോൾ ഒരു മോട്ടോ വ്ളോഗിങ് എക്സ്പീരിയൻസും കൂടിയാണ്, ഒരു പരീക്ഷണ വീഡിയോ ആയിട്ട് കൂടിയാണ് ഈ വീഡിയോ ഞാൻ നടക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇതാണ് ചെറായി ദേവസ്വം നട ജംഗ്ഷൻ. ഇവിടെ നിന്ന് ലെഫ്റ്റ് പോയിട്ട് വേണം നമുക്ക് ഈ പറഞ്ഞ ബീച്ചിലേക്ക് പോകാനായിട്ട്. ചെറായി ബീച്ചിലേക്ക് പോകാനായിട്ട് ഈ ജംഗ്ഷനിൽ നിന്ന് റൈറ്റാണ് പോകുന്നത്. ഇവിടെ നിന്ന് കുറച്ച് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ തന്നെ നമുക്കിവിടെ തൊട്ടടുത്ത് റൈറ്റ് ഈ വഴി കയറിയിട്ട് വേണം നമുക്ക് ഈ പറഞ്ഞ രക്തേശ്വരി ബീച്ചിലേക്ക് പോകാൻ. ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ടാണ് ചെറായി ഗൗരീശ്വര അമ്പലം. ചെറായി തലപ്പൊക്കമൊക്കെ ഭയങ്കര ഫേമസ് ആണ്. ആ തലപ്പൊക്കം നടക്കുന്ന അമ്പലം ഇവിടെ അടുത്താണ്. ജസ്റ്റ് നമ്മൾ ഇതിൽ ഈ വഴി കയറി കുറച്ച് കഴിയുമ്പോൾ തന്നെ വേറൊരു തലത്തിലേക്ക് മാറണം. നമ്മൾ സിറ്റി ലൈഫിൽ നിന്ന് ഉള്ളിലേക്ക് കയറുമ്പോൾ ഉള്ളൊരു ഇതില്ലേ, കടമക്കുടി ഭാഗത്തേക്ക് പോകുന്ന ഒരു റേഞ്ചിലേക്ക് മാറുവാണ്. ഈ വഴി അധികം ആൾക്കാരൊന്നും വരാറില്ല എന്നാണ് എൻ്റെ അറിവ്. ഇവിടെ ഇഷ്ടംപോലെ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്യാറുണ്ട്. അതായത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നൊരു സിനിമ എന്ന് പറയുന്നത് സ്റ്റൈൽ എന്ന് പറയുന്നൊരു സിനിമയാണ്. ഉണ്ണിമൂതൻ നായകനായിട്ട് അഭിനയിച്ച സ്റ്റൈൽ എന്ന് പറയുന്നൊരു സിനിമയാണ്. ആ സിനിമയ്ക്കകത്ത് ക്ലൈമാക്സ് ഒക്കെ കഴിഞ്ഞിട്ടൊരു സാധനമുണ്ട്. ബാലു വർഗീസൊക്കെ വന്നൊരു സീനിൽ ലാസ്റ്റ് ഒരു ചെറിയൊരു സീനുണ്ട്. അതൊക്കെ ഈ ഭാഗത്തായിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അത് ഭയങ്കര ഭംഗിയാണ്. ആ സ്ഥലം കാണാനും അതിനകത്ത് ഹെലിക്യാം ഷൂട്ടൊക്കെ ഉണ്ട്. ഈ ഭാഗത്തായിട്ടാണത്, ഈ ഒരു ഷെഡിൻ്റെയൊക്കെ അടുത്തായിട്ടാണ് ആ ഷൂട്ട്, ഞാനിപ്പോൾ പറഞ്ഞ സിനിമയുടെ ഷൂട്ട്, സ്റ്റൈൽ എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ട്. ആ ഭാഗത്ത് തന്നെ വേറെ കുറേ സിനിമ ഉണ്ട്. എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല ഏതൊക്കെയൊരു സിനിമയാണെന്ന്. ഞാൻ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ സ്ഥലങ്ങളൊക്കെ. സീരിയലൊക്കെ ഉണ്ട്, ഏതൊക്കെയോ സീരിയലുകളൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് നേരെ എത്തുമ്പോഴാണ് വഴി അത്ര നല്ല വഴിയൊന്നുമല്ല കേട്ടോ. അത് ഇവിടെയൊക്കെ ഭയങ്കര കുഴിയും കാര്യങ്ങളൊക്കെയാണ്. പറഞ്ഞുള്ളൂ അപ്പോഴേക്കും നേടാ. അപ്പോൾ ഈ സൂക്ഷിച്ചൊക്കെ വരണം, വെള്ളം കിട്ടി കിടപ്പുണ്ട്. അതിപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വെള്ളം കയറണ സമയമൊക്കെ ഇല്ലേ, ഏറ്റവും ഇറക്കമൊക്കെ ഇല്ലേ, അതാണ്. ഞങ്ങളിപ്പോൾ രാവിലെയാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ആ സമയത്തിൻ്റെ എന്തെങ്കിലും ആയിരിക്കും വേലിയേറ്റോ അങ്ങനെ എന്തോ ഒരു പ്രതിഭാസം ഉണ്ടല്ലോ. അതിനെപ്പറ്റി എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ആ ഒരു സംഭവം കൊണ്ടാണ് അവിടെ വെള്ളം കയറിയിരിക്കുന്ന വെള്ളക്കെട്ടൊക്കെ ഉണ്ട്, കുറച്ചൊക്കെ ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കുള്ളൂ. ഇപ്പോൾ നമ്മൾ നേരെ രക്തേശ്വരി ബീച്ചിലേക്കാണ്. ഈ റോഡ് നേരെ കാണുന്ന ബീച്ചാണ്. അപ്പോൾ നമുക്ക് നേരെ കയറി നമ്മുടെ ഫോട്ടോഷൂട്ടിനും കാര്യങ്ങളൊക്കെ തുടങ്ങാം. അപ്പോൾ ഇതിൻ്റെ ചെറിയ ഫോട്ടോഷൂട്ടാണ്, ചെറിയൊരു ഫോട്ടോഷൂട്ടാണ്. നമ്മൾ ഈ GoPro വാങ്ങിച്ചതിൻ്റെ ഒരു പരീക്ഷണമായിട്ടൊരു ഫോട്ടോഷൂട്ടും കൂടെ നടത്താമെന്നുള്ള ഉദ്ദേശത്തിൽ വന്നതാണ്. അപ്പോൾ അതിൻ്റെ 5K സെലിബ്രേഷനും കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിവിടെ. തൊട്ടടുത്താണ് എൻ്റെ വീട്ടിൻ്റെ ഒരു 6-7 കിലോമീറ്റർ ഉള്ളൂ ഈ ബീച്ചിലേക്ക്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. നമ്മുടെ അശ്വൻ തന്നെയാണ് വണ്ടി ഓടിച്ച് കയറ്റാനുള്ള ശ്രമിക്കുന്നത്. ഭയങ്കര പാടാണ് ഇങ്ങോട്ട് കയറ്റാനായിട്ട്, റിസ്ക് എടുക്കണം. എല്ലാവരെയും ഞാനിത് റെക്കമെൻഡ് ചെയ്യില്ല ഇങ്ങോട്ട് വണ്ടി കയറ്റാനായിട്ട്. അതിന് സ്വന്തമായിട്ട് റിസ്ക് എടുത്ത് വേണം കയറ്റാനായിട്ട്.
വെള്ളം ചീറ്റിയില്ല. നമ്മുടെ ചെറിയൊരു ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതിൻ്റെ കുറച്ച് ഫോട്ടോസ് ഞാനിപ്പോൾ കാണിച്ച് തരാം. ബാക്കി കാണണമെന്നുണ്ടെങ്കിൽ പവർ റെഡ് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ നോക്കിയാൽ മതി. 2-3 ഫോട്ടോസ് ഞാനിപ്പോൾ കാണിക്കണുള്ളൂ കേട്ടോ. ബാക്കി നോക്കി നമ്മുടെ പേജിലുണ്ടാവും. അപ്പോൾ എല്ലാവരും ആ പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മുടെ ചെറിയൊരു ഇത്രയോടെ അടുത്തേക്ക് വന്നിട്ട് സൗണ്ട് കേൾക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ നമ്മുടെ ചെറിയൊരു ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു. ബാറ്ററി ഭയങ്കര ശോകമാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ ക്യാമറയിൽ. ഞാൻ വലിയ കാര്യമായിട്ട് ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം ഏതാണ്ട് 60% ചാർജ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ വന്ന കുറേ വിഷ്വൽ റെക്കോർഡ് ചെയ്തു. എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ എന്തോരം ബാറ്ററി ഇതിനകത്ത് യൂസ് ചെയ്യുന്നുള്ളത്. അങ്ങനെ കുറേ ബാറ്ററി വെറുതെ വേസ്റ്റായി പോയി. കുറച്ച് ഫോട്ടോസ് എടുക്കാനുള്ള മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനാണെങ്കിൽ വേറെ ക്യാമറ ഒന്നും എടുത്തില്ല. പിന്നുള്ളത് മൊബൈലാണ്. മൊബൈലിൽ ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല, ഒന്നും ഷൂട്ട് ചെയ്തില്ല. അപ്പോൾ ഇത് സ്വിച്ച് ഓഫ് ആയി പോണതിന് മുന്നേ ഞാൻ ഔട്ടർ എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഏതായാലും ഈ വണ്ടിയിൽ നമ്മളൊരു ചെറിയ യാത്ര പോകുന്നുണ്ട് അടുത്ത് തന്നെ. ആ വീഡിയോ അടുത്ത ദിവസം വേറൊരു എപ്പിസോഡായിട്ട് ചെയ്യാം. ഇതിൻ്റെ ഫോട്ടോഷൂട്ട് കുറച്ച് ഫോട്ടോസ് ഞാൻ അതിനകത്ത് കാണിച്ചു തരാം. ചെറിയൊരു വീഡിയോ ആണിത്. ഞാൻ GoPro വാങ്ങിച്ചതിൻ്റെ ഒരു ചെറിയ ഒരു ടെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഫോട്ടോസ് കാണാനായിട്ട് പവർ റെഡ് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം ID ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് ഫോളോ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ